ബഹുമാനപ്പെട്ട മാനേജർ, അതുപോലെ തന്നെ ഇത്രയും സ്നേഹത്തിലുള്ള ബഹുമാനികളായ ട്രസ്റ്റിമാർ, അതുപോലെ നമ്മുടെ പ്രസിഡന്റ്, നമ്മുടെ സ്കൂളിൻ്റെ ബോർഡ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ബോർഡ് മെമ്പേഴ്സ്, അതുപോലെ തന്നെ ബിസിനസ്, ഏറ്റവും സ്നേഹമുള്ള ബഹുമാനികളായ അധ്യാപകരെ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സ്കൂളിൽ നിന്ന് 2010 എൻ്റെ റിട്ടയർമെൻറ്റ്. 2010, 15 വർഷമായി ഞാൻ സ്കൂളിൽ നിന്ന് നിർമ്മിച്ചിട്ട് വിദ്യാഭ്യാസപരമായിട്ടുള്ളതുകൊണ്ട് എൻ്റെ അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ അതായത് 1981 ഞാനൊരു UP സ്കൂൾ അധ്യാപകനായിട്ട് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കിഴക്ക് തമിഴ്നാടിനോട് ഏറ്റവും അടുത്തുള്ള ഒരു ചെറിയ ഗ്രാമമാണ് സേനാപതി. സേനാപതിയിൽ മാർ ബേസിൽ UP സ്കൂളാണ്. അവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് മൂന്നാർ ചുറ്റി 3 ബസ്സേ ഉള്ളൂ. 11:30 കഴിഞ്ഞാൽ പിന്നെ രാവിലെ ഇങ്ങോട്ട് വരവില്ല. ഒരു റേഞ്ചുകാർ വിളിക്കുന്നു. 11:30 കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരവില്ല. എഴുത്ത് മുഖേനയാണ് നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ അറിയുന്നത്. ഞാൻ കോതമംഗലത്ത് നിന്ന് പോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു TPK ബസ്സുണ്ട്. അത് വന്നു കഴിയുമ്പോൾ കോതമംഗലം മൂവാറ്റുപുഴയാണ്. മൂവാറ്റുപുഴയ്ക്കുള്ള ബസ്സാണ്. എങ്കിൽ തന്നെ എന്നറിയാമോ, കോതമംഗലത്ത് നിന്നുള്ളവർ പോകാനുള്ളവരെല്ലാവരും അവിടെ വന്ന് അല്ലാതെ മൂവാറ്റുപുഴ വരെ ടിക്കറ്റ് എടുത്ത് അവിടെ നിന്ന് കേരളത്തിലേക്ക് പോകും. വേറെ ബസ്സില്ല, അത് കേരളത്തിലെ ബസ്സില്ല. അപ്പം അങ്ങനെ ഞാൻ ചെന്ന് കഴിയുമ്പോൾ ചെന്ന വർഷം തോന്നി എത്രയും വേണം നിർത്തിപ്പോകണം, രക്ഷയില്ല, എല്ലാ രീതിയിലും ബുദ്ധിമുട്ടി. പിന്നെ എനിക്ക് പട്ടിമണി സ്കൂളുകൾ 3 കഴിഞ്ഞ് പിറ്റേ ഹൈസ്കൂളായി. അത് കഴിഞ്ഞപ്പോഴും എനിക്ക് തോന്നി പോകാമെന്നു. അവിടെ മാനേജരായ പറഞ്ഞു, വീട് വന്നു അച്ഛാ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാം, പട്ടിമണി സ്കൂളിൽ പോകാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ അന്ന് 25,000 ഇവിടെ 10,000 പിന്നെ അത്രയും മാറ്റി കൊടുക്കണ്ടേ, എനിക്ക് 25 കൊടുക്കുമല്ലോ. ആ സ്കൂളിൽ ചെറിയ സ്കൂള് സാമ്പത്തികമില്ല. പിന്നെ വിചാരിച്ചു അവിടെ തന്നെ തുടരാമെന്ന് വിചാരിച്ച് അവിടെ തുടർന്നു. പിന്നെ ആ സ്കൂള് വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയാണ്. വൊക്കേഷണൽ അവിടെ വെച്ചാണ് ഞാൻ ആദ്യം UP സ്കൂൾ അധ്യാപകനായിരുന്നു. പിന്നീട് HS ഹൈസ്കൂളിലായി. പിന്നീട് ടീച്ചർ ഇൻചാർജായിട്ട് കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നെ ഹെഡ് മാസ്റ്ററായി. പിന്നെ നമുക്ക് അറിയാമല്ലോ, ഈ VHS ഉള്ളവർക്ക് ആ കാലത്ത് ഇപ്പോൾ പ്രത്യേക പ്രിൻസിപ്പലുണ്ട്. അന്ന് ഈ ഹെഡ് മാസ്റ്ററെ ഡെസിഗ്നേറ്റ് ചെയ്ത് പ്രിൻസിപ്പലായി. അങ്ങനെ ഞാൻ പ്രിൻസിപ്പലായി. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പ്രിൻസിപ്പൽ 2010 കഴിഞ്ഞപ്പോൾ അതായത് പിന്നെ ഒരു പ്രത്യേക എൻ്റെ കുടുംബം അവിടെ ഉണ്ടാവും. എൻ്റെ കുടുംബം അവിടെ ഉണ്ടാവും. പിന്നെ ഞാൻ 18 ലാസ്റ്റ് വരെ ഇവിടെ തുടരേണ്ടി വന്നു. പിന്നെ അത് മാനേജരായി എല്ലാം കഴിഞ്ഞു. എന്തായാലും ഞാൻ മാനേജരായിരിക്കുമ്പോൾ എൻ്റെ ഭാര്യ പ്രിൻസിപ്പൽ ഇൻചാർജാണ്. ഞാൻ ഒരു കഴിഞ്ഞു. എൻ്റെ ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ ഞാൻ 2 പേരും ഒന്നിച്ച് പോകുന്നു. അപ്പം അന്ന് അവിടുന്ന് വന്നപ്പോൾ ഞാൻ തീരുമാനമെടുത്തു, എനിക്ക് ഒരു സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യത്തിലില്ല. കാരണം ഞാൻ റിട്ടയർ കഴിഞ്ഞപ്പോൾ ചില ഇംഗ്ലീഷിലേക്കാർക്ക് ചോദിച്ചു പ്രിൻസിപ്പളായിട്ട് വരാവുന്നു. ഞാനില്ല, ഞാൻ വിദ്യാഭ്യാസം സ്റ്റോപ്പ് ചെയ്തു. കാരണം എൻ്റെ കാലത്തുള്ള ആ സമയത്തെന്ന് പറഞ്ഞാൽ കുട്ടികളെ കണ്ടെത്തുവാനായിട്ട് വളരെ ഭാരമാണ്. അന്വേഷിച്ചിട്ട് രാവിലെ പോവുകയാണ്, വൈകിട്ട് പോകും. കണ്ടെത്തി കുട്ടികളെ പോകുന്ന 30 കിലോമീറ്റർ അകലെ വരെ ആ സമയത്ത് 2 ബസ് പോയി ഉണ്ടായിരുന്നു. ട്യൂഷൻ കട്ടായപ്പോൾ സ്കൂൾ നിന്ന് പോകുന്ന സാഹചര്യം വന്നു. അതിനെല്ലാം നമ്മൾ ഡെവലപ്പ് ചെയ്ത്
സൂര്യനെല്ലി കേട്ടോ? സൂര്യനെല്ലി. ഈ സൂര്യനെല്ലിയിൽ നിന്ന 2 ബസ് ഉണ്ടാകും സേനാട് സ്കൂളിൽ. അങ്ങനെ വന്ന് നല്ല നിലയിലൊക്കെ ആയി. പിന്നെ ഹയർ സെക്കൻഡറിയാണ്. അതിന് സമയം പറ്റാതെ ഇതിന് അധ്യാപകരാണല്ലോ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പ്രേരണ ലഭിക്കട്ടെ എന്ന് ഞാൻ പറയുന്നത്. അധ്യാപകം മറ്റു കാര്യമില്ല. അത് ത്യാഗം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മാനേജറായി കഴിഞ്ഞപ്പോഴാണ് ഒക്കെ ഒരു +2 അനുവദിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ഞങ്ങളൊക്കെ പോയി അവരുടെ മുസ്ലിം ലീഗുകാരെ പിടിച്ചു. ഞങ്ങൾ എനിക്കറിയാമോ മുസ്ലിം ലീഗുകാരെ കണ്ടപ്പോൾ പെട്ടെന്നൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് സ്കൂളിൽ ലിസ്റ്റിൽപ്പെടുത്തി. ഈ സേനാതി പഞ്ചായത്തിൽ കത്തോലിക്കൽ സമുദായത്തിനുള്ള സ്കൂൾ കാണും, ഇതേ സ്കൂൾ. അവിടെ നോക്കി ആദ്യ ലിസ്റ്റ് വന്നപ്പോൾ നമുക്കാണ് കിട്ടി. രണ്ടാമത് ലിസ്റ്റിൽ വന്ന് രണ്ടാമത് പരാതികൾ കൊടുത്തിട്ടാണ് പരാതികൾ. പരാതി നമ്മൾ പീഡിയസപ്പാണ് മന്ത്രി ജില്ലയിൽ പുള്ളിയെ പ്രസിഡൻ്റാക്കി വെച്ചു. ഓരോ സ്കൂളിനോട് പരിശോധിക്കാൻ. അങ്ങനെ പരിശോധിച്ച് വന്നപ്പോൾ സേനാതി സ്കൂൾ വെട്ടി അവർ ഗാന്ധിപ്പാറ സ്കൂളിനാണ് കൂട്ടി. അപ്പോൾ എന്നോട് മുസ്ലിം ലീഗുകാർ വിളിച്ചു, അച്ഛാ എങ്ങനെയാണ് നമ്മുടെ സ്കൂൾ വെട്ടി, നമുക്ക് സ്കൂളില്ല, അച്ഛൻ നാളെ രാവിലെ വരണമെന്ന് പറഞ്ഞു. പിള്ളേർ വീട്ടിൽ പോകണമെന്നില്ല. ഞാൻ വേറെ പറഞ്ഞിട്ട് ഒരാൾ കൂടി രാവിലെ 7 മണിയായപ്പോഴത്തേക്കും വിദ്യാഭ്യാസത്തിൻ്റെ വെട്ടിച്ചു. അദ്ദേഹം കാപ്പിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ കാപ്പിടുന്നതിന് 10 മിനിറ്റാണ് ഇരുന്നു. എഴുന്നേറ്റ് വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ സാറിനെ കാണാൻ വന്നതാണ്. ഞങ്ങൾക്ക് അനുവദിച്ച സ്കൂൾ സാറ് ഗാന്ധിപ്പാറിൽ കൊടുത്തു. അപ്പം അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് വിച്ചസിയിൽ എഴുതി. സാർ അന്നത്തെ കാലത്ത് വിച്ചസിക്ക് ഡിമാൻഡില്ല. വിച്ചസിൽ പേരിലൊക്കെ സാറിന് അറിയാമോ? ഞാൻ പറഞ്ഞ സാറിനെ കയ്യിലേക്ക് വിളിച്ചു. സാറ് എഴുതുന്നത് അങ്ങനെ കാണാൻ വിദ്യാഭ്യാസം അത്രപ്പാണ് അവതരിക്കുന്ന സമയത്ത് ഇവിടെ ഞാൻ തല്ലാന്ന് പറഞ്ഞു. വേണ്ട പിറ്റേ ദിവസം രാവിലെ ഞാൻ ഈ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളും കൂടി മലപ്പുറത്തുള്ള വീട്ടിൽ അതാണ് 8 മണിയാകുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന് അതേ വീട് ചേർന്നൊരു മുറിയുണ്ട്. അവിടെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. എന്നെ കണ്ടു, അവരെ കണ്ടു. എന്നിട്ട് അദ്ദേഹം അകത്തെ മുറിയിലേക്ക് എന്നെ വിളിച്ചു. അകത്തെ മുറിയിലേക്ക് മറ്റൊരു റൂമിലേക്ക് അകത്തെ റൂമിലേക്ക് വിളിച്ചു. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛാ ഇത് കേസാക്കാൻ എനിക്ക് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പേര് 13 സ്കൂളാണ് വെട്ടിയിരുന്നത്. ഈ 13 വെട്ടിയിട്ട് ഗാന്ധിപ്പാറ സ്കൂൾ വെട്ടിയിട്ട് ബേസ് സ്കൂൾ അവിടെ എഴുതി. സ്കൂൾ നമുക്ക് കിട്ടി. ഞാൻ പറഞ്ഞത് അവിടെ ബസേലിസ് ബാബയുടെ കൃഷി കിട്ടി അറിയില്ലേ? അവിടെ ഞാൻ എവിടെ പോയാലും അവിടെ പ്രാർത്ഥിച്ചിട്ടേ പോകും. ഇവിടെ വന്നിട്ട് തടസ്സം മാറുന്നില്ല. ഇല്ല, എൻ്റെ കഴിവല്ല. ഞാൻ എൻ്റെ കഴിവില്ല. മറ്റുള്ള സാധാരണ കുറിച്ച് എൻ്റെ കഴിവില്ല. പക്ഷേ ബേസിലാണ് ബസേലിയസ് ബാബയുടെ നാമത്തിലുള്ള സ്കൂളാണ്. ഇടവപ്പള്ളി സെൻറ്റ് ജോർജാണ് സെൻ്ററുടെ നാമത്തിൽ. ആ പരിശുദ്ധന്മാരുടെ ശക്തിയാലാണ് ഞാൻ പോയാലാണ് ഈ സാധനം മന്ത്രി വെട്ടി മന്ത്രി വെട്ടി ഞാൻ ഇങ്ങനെ നടക്കുമോ? നടക്കുക എൻ്റെ ഞാനല്ല ചെയ്തത്. എൻ്റെ കൂടെ പരിശുദ്ധന്മാർ നടന്നു. ഞാനൊരു വിദ്യാഭ്യാസ രംഗമായിട്ട് ബന്ധപ്പെട്ടതായിട്ട് പറഞ്ഞുകൊണ്ട് അല്ലാണ്ട് അച്ഛൻ നടത്തിയാലും വിസ്തരിച്ച് പറയല്ല. അപ്പോൾ ആത്മാർത്ഥതയാണ്. അപ്പോൾ ഞാനിങ്ങനെ 5-6 കൊല്ലം മാനേജറാകും. മാനേജറായിട്ട് ഞാൻ എൻ്റെ ഒരു വണ്ടിയുണ്ട്. ഞാൻ എല്ലാ കുടുംബം പോകുന്നത് ഞാൻ എല്ലാ ദിവസവും പോകും. രാവിലെ വേറെ പണിക്ക് വന്നിരിക്കുമല്ലോ. അപ്പോൾ കുടുംബത്തിനൊപ്പം ഞാൻ പോകും. ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വണ്ടി വിളിച്ച് മരമുണ്ടാകാൻ മരത്തിന് ചോദിച്ചിട്ട് പോകുന്നത്. അപ്പോൾ പിന്നീട് ഞാൻ വളരെ അറിയുന്നതാണ്. അധ്യാപകർ എന്ന് പറയുന്നതാണ്. അപ്പോൾ അധ്യാപകർ എന്നറിയുമ്പോൾ വഴി പോകില്ല. അവർ നെറ്റുവരാനും പോലില്ലോ. അവർ ആദ്യം നോക്കില്ല എൻ്റെ വണ്ടിയോടെ കിടപ്പുണ്ടോന്നാണ്. അവർ നോക്കി അച്ഛൻ്റെ വണ്ടിയോടെ കിടക്കുന്നു. ഞാൻ അപ്പോൾ ഞാൻ ചിലപ്പോൾ അധ്യാപകർ ഉത്തരവാദിത്വം പറയുന്നുണ്ടായിട്ട് ഞാൻ ആ ക്ലാസ്സിലൊക്കെ കയ്യിലിട്ടു. അപ്പോഴാണ് അവർ വരുന്നത്.
ഞാൻ ഒന്നും പറ്റില്ല, ഇപ്പോഴും നോക്കി ഞാനും പോകും. പക്ഷെ അവർ കാര്യം മനസ്സിലാവും. പിന്നെ ഞാൻ പറയുന്നത് അധ്യാപകരെ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അധ്യാപകരാകുന്നതോ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. മറ്റേ പഴയ രീതിയല്ല പിന്നെ വിദ്യാഭ്യാസം അല്ലേ, വളരെ ഡിസിപ്ലിനൊക്കെ ആണെങ്കിലും പഴയ കാലത്തെ പോലെയല്ല. പഴയ അഭാഷണ സുഖമില്ല, ആ വിദ്യാർത്ഥി പഠിക്കും ചെയ്തുകൊണ്ട്. ഇപ്പം എങ്ങനെയാണോ ഇതെല്ലാം പിള്ളേരെ കേൾക്കണം, രക്ഷാകർത്താക്കളെ കേൾക്കണം, അധ്യാപകരെ കേൾക്കണം, എല്ലാം പെട്ടോടെ ടീച്ചറുടെ ഇതിന് പോകും മര്യാദക്കാരാ അധ്യാപകർ. അപ്പോൾ ചിലർ വഴി പോകണം, ചിലർ നേരത്തെ പോകണം, പേപ്പർ എന്തെന്നാ നോക്കിയാലേ അപ്പോൾ നടക്കുന്നത്. മറ്റു സ്കൂളിനെ ഓവർടേക്ക് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ ഓർക്കുള്ള ധാരാളം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഇരുന്നപ്പോൾ എന്നെ മനസ്സിലൂടെ സിനിമയോടില്ലേ അതുപോലെ ഇങ്ങനെ ഓടി ഞാനിങ്ങനെ ഏതാണ്ട് പത്തില് റിട്ടയറായി. അത് കഴിഞ്ഞ് 18 കഴിഞ്ഞിട്ടാണ് ഞാൻ പോകും. അപ്പം അങ്ങനെ തീരുമാനം എന്ന് അറിയാമോ, ഇനി ഒരു വിദ്യാഭ്യാസ സംബന്ധമായിട്ട് ഒരു കാര്യമില്ല. ഇത്ര ഞാൻ വേറെ ട്യൂഷനുള്ള അധ്യാപകരെ വെച്ചാൽ ഞാൻ 14-40 പേരെ അധ്യാപകരെ ഞാൻ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം പാസ്സാക്കി കൊടുത്തിട്ടുണ്ട്. പാസ്സാക്കി കൊടുക്കാൻ ഒരു വിഷയമുണ്ട്. കുറേ ഇങ്ങനെ വീട്ടിലും പോവും, ജീവിതത്തിൽ പോവും, എല്ലാം നടന്ന് ചിലപ്പോൾ അവിടെ എൻ്റെ കുടുംബത്തെ 2 ദിവസമൊക്കെ ഞാൻ തനിച്ച് വരാറില്ല. അവിടെ കണ്ടിട്ട് ഞാൻ ഇതിൻ്റെയൊക്കെ പോയി വരും. ഇവിടെ ചെയ്യാൻ അങ്ങനെയൊക്കെ നടന്നു. ഇവിടെ വീട് വന്നപ്പോൾ ഈ കുടുംബപ്പള്ളിയിൽ ഞാൻ വരാൻ സ്വപ്നം കണ്ട ആളല്ല. ഒരു ചെറിയ യാത്ര കിട്ടി, പ്രഭാതം ചെയ്തു, ഒരിക്കൽ കൂടി ഇരിക്കുക എന്നുള്ളതാണ് ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴുള്ളതായ എൻ്റെ ആഗ്രഹം. ഇവിടെ വന്നു, പിന്നെ സ്കൂളായി, പിന്നെ വന്ന് ഈ പള്ളിക്കാരുടെ സ്നേഹവും എല്ലാം കണ്ടു കഴിയുമ്പോൾ പിന്നെ ഇവിടുത്തെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളങ്ങനെ വന്നു. ഞാൻ വന്ന വർഷമാണ് ഈ സ്കൂളിന് സർട്ടിഫിക്കറ്റ് വേറെ ഓർക്കുണ്ടോ? അതുണ്ടാവില്ല. ഞാൻ ഇവിടെ കയറിയപ്പോൾ ഞാൻ ഓർത്തു. ഞാനെനിക്ക് മറക്കാൻ പറ്റിയ കാര്യം, ഞാൻ വന്ന ആദ്യമായിട്ട് ഒരു സ്കൂളിൽ ഞാൻ അന്നേരം മാനേജർ പറഞ്ഞു, ഒരു വർഷം കയറിയത് കൂടി സ്കൂളിൽ പഠിക്കുന്നു. ആള് പഠിക്കണം ഒറ്റ കൊല്ലം പഠിക്കാൻ 2 നേരം 3 നേരം അതെല്ലാം പിന്നെ ഞാൻ വന്നപ്പോൾ മാനേജറാണ്. രണ്ടാമത്തെ 2 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും പൊതുവെ കൂടി ഞാൻ പറഞ്ഞു, അധ്യാപകരുടെ പല അപ്പോയിൻ്റൊക്കെ പാസ്സാക്കാറുണ്ട്, ഇപ്പോഴത്തെ മാനേജറെ റിട്ടയർ നോക്കി പൊതുവെ കൂടെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് ചോദിച്ചു. പിന്നെ 4-5 കൊല്ലം പൊതുവെ കൂടി ഞാൻ പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും അനുയോജ്യനായ വ്യക്തി അതാണ് നമ്മുടെ മാനേജറാണ്. തുടരട്ടെ എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും പൊതുവെ അംഗീകാരം കൊടുത്തു. അതറിയാം, ഇങ്ങനെ വ്യക്തിപരമായിട്ട് നമ്മളല്ല ഒന്ന് ഒട്ടിപ്പണിയില്ല, പൊതുവെ ആവശ്യമില്ല, സത്യസന്ധനായ ആത്മാർത്ഥതയുള്ള അധ്യാപകനാണ്. എന്ന് മലയാളം സ്കൂളിൽ വെച്ചാൽ അധ്യാപകനല്ലേ അവരെത്തിട്ടാണ്. ഞാൻ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അറിയാൻ വേണ്ടി ഞാൻ അതുപോലെ നമ്മുടെ കസ്റ്റമാര് ഓടാൻ ഈ സ്കൂളിനെ നടത്തിപ്പെട്ട് വൈസ് പ്രസിഡന്റ് അതെനിക്ക് 2 പേര് കസ്റ്റമാര് അവരൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ഇവരൊക്കെ ഈ സ്കൂളിൽ വെച്ച് ഞാൻ 2 കൊല്ലം അറിഞ്ഞ ഒരു കൊല്ലം 2 പേര് ഞാൻ വന്നതിന് ശേഷം ഞാനത് അല്ലേ കൂട്ടി കൊണ്ട് പ്രാർത്ഥിച്ചു, ഭംഗിയായിട്ട് പ്രാർത്ഥിച്ചോ, ഒരു കുഴപ്പമില്ലാതെ ഞാൻ നോക്കിയപ്പോൾ ആരും ഇവിടെ നിർത്തിയിരുന്ന ആൾക്കാർ ആയിട്ടില്ല. ആരെങ്കിലും ഒരു പൊടി പോലും. അത് നല്ല കാര്യമാണ്. അപ്പോൾ ഭംഗിയായിട്ട് പോകുന്നു. ഞാൻ വന്ന അധ്യാപക വീടുകൾ ഞാൻ വന്നവരുണ്ട്, ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. അവിടെ കഴിയുണ്ടാവും. ഓ ഇത്രയും പേരെ കണ്ടിട്ട് വന്നോ. ഈ ലാസ്റ്റ് ഞാൻ ജൂണിലാണ് ജൂണോ ജൂലൈയോ +2
കാപ്പിയൊക്കെ തന്നു ഭർത്താവുണ്ട് ഡോക്ടർ അച്ഛനൊന്നും തന്നുകൊണ്ടില്ല. ഒരു കാര്യം പറഞ്ഞു അല്ലേ, നമ്മുടെ പ്രിൻസിപ്പിള് റിട്ടയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞ അടുത്ത പ്രിൻസിപ്പിളായി വർക്ക് ചെയ്തവരും അതേ ചെയ്തു. അതിൻ്റെ അച്ഛൻ അങ്ങനെ വരട്ടെ, വന്ന് കഴിയുമ്പോൾ അത്ര ഓർത്താൽ ഉണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ ഇവിടെയാണ് ഞാൻ ഇവിടെ കൂടെ വന്നപ്പോൾ നമ്മുടെ ഷിൻസിയുണ്ട് അല്ലേ, അത് ഞാൻ കണ്ടു. അപ്പം ഞാൻ ചുമ്മാ ചുമന്ന് പറഞ്ഞു ഞാൻ പോവുകയാണ്, എനിക്ക് എൻ്റെ അധ്യാപകർ കണ്ടാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതാ ഏറ്റവും ആ സമയത്ത് മാത്രം അതെല്ലാം വെല്ലുവിളിച്ച് ആളുകൾ അതിനുള്ള പ്രകാശം കുറിച്ചു. ഈ കുറച്ച് പേരുടെ അപ്പോഴൊരു പാസ്സാകലുണ്ട് അറിയാം. ഇനി തന്നെ അതിൻ്റെ പാസ്സാകുന്നതിൻ്റെ ഒരു 90% ശരിയായിട്ടുണ്ട്. കാരണം ഭയപ്പെടണ്ട, 90%-മായി അത് കഴിയുന്ന നല്ലൊരു മുടക്കുണ്ട്. രണ്ടാമല്ല വീണ്ടും നമ്മൾ നേരങ്ങായിട്ടാണോ അത് കമ്മിറ്റി മുൻകൈയെടുത്ത് പ്രസിഡന്റും മുൻകൈയെടുത്താൽ 8 വീട്ടിൽ വന്നാലും വരുന്നില്ല ഒരപ്പോൾ അതൊക്കെ നിങ്ങൾ പറയുന്നില്ല. അതൊക്കെ നല്ലൊരു മുടക്കിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിന് കാരണം എന്താണ്, പള്ളി മാനേജ് കമ്മിറ്റി പ്രസിഡന്റുമാരും മാനേജർക്ക് അത്രമാത്രം നിങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ഉത്സാഹമുള്ളവരാണ്, ഉത്തരവാദിത്തമുള്ളവരാണെന്ന് പറയാൻ വേണ്ടി ഞാനത് പറഞ്ഞത്. ഞാനും പറഞ്ഞിട്ട് പാസ്സാവട്ടെ, ശമ്പളമില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. ആരും ജീവിക്കാൻ ബുദ്ധിമുട്ട് വീട്ടിലാർക്കില്ല. എന്ത് അതല്ലോ നമ്മൾ ജോലി ചെയ്ത് നമ്മൾ കുട്ടികളിൽ സന്തോഷമില്ലേ ഇല്ലേ അല്ലേ? ആദ്യം ഭർത്താവ് ജോലിയുണ്ട്, ഭാര്യ അവിടെ വീട്ടിൽ സമ്മർദ്ദമൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ആരും എങ്കിൽ നമ്മൾ അധ്വാനിച്ച് കഴിയുമ്പോൾ മാസം തോന്നും കിട്ടുക എന്നുള്ള സന്തോഷമല്ലേ? അത് എനിക്കറിയാം, അതൊക്കെ ലഭിക്കും കേട്ടോ. പ്രാർത്ഥിച്ചു അപ്പോഴും എത്രയും പാസ്സാകണേ, വർഷങ്ങൾ മാറിക്കൊള്ളണേ. ഞാൻ പ്രസിഡന്റൊക്കെ പാസ്സാക്കാൻ വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തിട്ടുണ്ട്. അന്ന് ഈ ലാസ്റ്റ് സ്കൂൾ ആരംഭിച്ചപ്പോൾ അതായത് അധ്യാപകർ എല്ലാം ആദ്യം പാസ്സായത് ഈ മാർഗീസിയ സ്കൂളിലെ അധ്യാപകർ അപ്പോഴില്ല. പ്രാവശ്യം കണ്ടു കാണുന്ന നിർത്തി കണ്ടു. അപ്പോൾ എന്നോട് സമയത്ത് സ്കൂളിൽ അധ്യാപകരുടെ വീട്ടിൽ വന്നേ എങ്ങനെ വെച്ചാൽ പാസ്സായത് അറിയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ കൊണ്ടുവല്ലോ. അതുകൊണ്ട് എല്ലാ അപ്പോഴും ഇപ്പോൾ ഉടനെ പാസ്സാവും. അത് പിടിപെടുത്തിലാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ ട്രസ്റ്റിമാർ വേണ്ട സഹായം അവർ കൊടുക്കുക. പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മിസ്റ്റൊക്കെ അക്കാര്യത്തിൽ വളരെ ഉത്സാഹമാണ്. എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് നിങ്ങളുടെ സ്നേഹവാക്കുകൾക്ക് ഞാൻ നിങ്ങളോട് കടപ്പെട്ടിരിക്കുക. അപ്പം ഞാൻ ഈ കുറുമ്പടി ടൗണിലൊക്കെ പല മൂന്ന് നമ്മൾ സ്ഥാപനമുണ്ട്. പിന്നെ ഗവൺമെൻറ് ഡയറ്റുണ്ട് അല്ലേ, ഡയറ്റുണ്ട്. പിന്നെ അതിനകത്തൊരു മ്യൂസിക് അക്കാദമി ഇതൊക്കെ അറിയാൻ പാടില്ല. ഞാൻ എന്തായാലും ഈ വർഷമുണ്ട് ഈ 4 സ്ഥലത്തും 3, 2, 5 സ്ഥലത്തും 4 സ്ഥലത്തും ക്രിസ്തുമസ് കരോള് പോകാൻ പറ്റും. നമ്മുടെ 2 സ്ഥാപനത്തിൽ പോകുമല്ലോ. അങ്ങനെ വന്നപ്പോൾ ഡയറ്റുകാരെന്നെ വിളിച്ചു. അപ്പോൾ ഡയറ്റുകാരെന്നെ വിളിച്ചു. എനിക്ക് അത്യാവശ്യം സ്ഥലത്ത് പോകാൻ എനിക്ക് തന്നെ ആദ്യം വിളിച്ചത് ഞാൻ ഡയറ്റിനും ചോദിച്ചു. ഡയറ്റിനും ചെന്ന് കഴിയുമ്പോൾ അവിടെ സ്റ്റുഡൻറ്റ് ടീച്ചേഴ്സാണല്ലോ. അവർ വിചാരിച്ചത് ഞാൻ പഠിപ്പിച്ചതാണ് മാത്രം. ഞാൻ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ പഠിപ്പിക്കാൻ എന്തെല്ലാം കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നൊക്കെ പഠിക്കും. അവർക്ക് എത്ര കാര്യങ്ങൾ ഞാൻ പറയുകയാണ്, കുട്ടികളെ കൈകാര്യം ചെയ്യണമെന്നൊക്കെ പറഞ്ഞപ്പോൾ അവർക്കൊരു വിഷയത. ഞാൻ അവൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർക്ക് അതിശയപ്പെട്ടു. ഇത് നല്ല വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട ആളാണല്ലോ. അങ്ങനെയാണല്ലോ. പിന്നെ ഈ മ്യൂസിക് ഈ കഴിഞ്ഞ അക്കാദമിക സ്ഥാപനമുണ്ട്, അവിടെ കരോൾ മത്സരമുണ്ട്. അത് നടത്താനായിട്ട് ഈ ഞായറാഴ്ച വിളിച്ചു. അങ്ങനെ അവിടെ ഏതായാലും ഞാൻ പോകുമല്ലോ, ഇടയ്ക്കിടെ അവിടെ
അപ്പോൾ എൻ്റെ വാക്കുകളൊക്കെയാണ് നിങ്ങളെല്ലാവരുടെയും നല്ല വാക്കുകൾ, നിങ്ങളെല്ലാവരുടെയും നല്ല വാക്കുകൾക്ക് ഞാൻ എത്രമാത്രം അല്ലേ കോയിലൊക്കെ ഞാൻ കറ്റുന്നവർ വീട്ടിലൊക്കെ ചെന്നു. ഇവിടെയൊക്കെ വാരി തീർക്കുന്നു. എല്ലാവരും ചിലരുടെ വരാതെ ഞാൻ ചെന്നില്ലാന്നോ. എനിക്ക് അധ്യാപകർ തോന്നുന്നു അച്ഛനത്തിന് അടുത്തുണ്ടായിട്ട് പോലും ഞങ്ങളെ അച്ഛനെ സമീപിച്ചിരുന്നോട് തോന്നുന്നു. സമയം ക്ലാസ് ഉണ്ടായി സാരമില്ല. അപ്പോൾ നിങ്ങളുടെ ബാക്കി എല്ലാവരുടെയും സഹായം സ്നേഹത്തിൽ അതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹമൊക്കെ. അല്ലാതെ പൈസ കൊടുക്കാൻ തീരുള്ളൂ അല്ലേ? പൈസയല്ല കാര്യം. ഞാനില്ല. പിന്നെ അത്യാവശ്യം പൈസ വേണ്ടേ? ഞാൻ പറഞ്ഞല്ലോ നമ്മളത് പഠിപ്പിച്ചാൽ മാത്രം മതിയോ? ശമ്പളം വേണ്ടേ? അതുപോലെ തന്നെ എല്ലാ ജീവിതം നമ്മുടെ സ്നേഹത്തിൽ വാക്ക് കേട്ടത് എല്ലാവർക്കും ശാന്തമായിട്ട് എൻ്റെ വാക്ക് കേട്ടല്ലോ. അതുവരെ എന്നോടുള്ള സ്നേഹം കൊണ്ടാവും. അപ്പോൾ ഞങ്ങൾ നല്ല വാക്കുകൾക്ക് എല്ലാത്തിനും പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ആളുകളുണ്ട് കുറെ നാളുകളും കൂടി സാധിക്കട്ടെ. ഏതായാലും നല്ല കരുതലുള്ള ആളാണ്, സത്യസന്ധനാണ്, ആത്മാർത്ഥമുള്ള ആളാണ്, ഈ സ്ഥാപനത്തെ സ്നേഹിക്കുന്നവരാണ്. ഓരോ കാര്യത്തിൽ ഭാഷാകാത്രങ്ങൾക്ക് ചെറിയൊരു സഹായം കൊടുക്കുന്നില്ലേ? സാധാരണ ഒരു മാന്യത്തിൽ ചെയ്യുന്നില്ല. യാതൊരു കുട്ടികളും അതൊന്നും ഇല്ല. ഞങ്ങളുടെ കൊണ്ടാൻ ചെയ്യുന്നുണ്ട്. അതെല്ലാം മക്കളാണ്. ഈ ഞാൻ വന്നു കാരണം ഇപ്പോൾ എൻ്റെ അവസാനമാണ്. ഞാൻ ആദ്യം വന്ന് ഈ സ്ഥാപനത്തിലാണ് കല്ലടി അറിയിച്ചത്. അവസാനം നിങ്ങളുടെ സ്നേഹം സ്വീകരിക്കാൻ സാധിച്ചു. പക്ഷെ പരിമിതിയുള്ള നാട്ടിലാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവസരം കൊടുക്കുക എല്ലാ ഭാരവാഹികളും എല്ലാവരും പ്രാർത്ഥിക്കണം. ഞാൻ ഓർമ്മിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഈ സ്കൂളിൽ പ്രവർത്തനങ്ങൾ ഈ സ്കൂളിന് അനുഗ്രഹമായി തീരട്ടെ, നാടിന് അനുഗ്രഹമായി തീരട്ടെ, ഇടവയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥിച്ചു സ്നേഹത്തിൽ ഒരു പ്രാവശ്യം നന്ദി പറഞ്ഞു. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുന്നു.